യുഎസിനെ സംബന്ധിച്ച് ഈ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ തെരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിലൊക്കെ ട്രംപ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള കുടിയേറ്റക്കാരെ എങ്ങനെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ സാമ്പത്തികമായി അമേരിക്കക്ക് ഗുണം നൽകുന്ന തരത്തിലുള്ള കുടിയേറ്റക്കാരെ ഒരുപാട് അമേരിക്ക വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു നീക്കമാണ് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ആളുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഗോൾഡ് കാർഡ്, ട്രംപ് ഗോൾഡ് കാർഡ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാർഡ്? എന്താണ് നമ്മൾ ഈ കാർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? സീഫ്, നമ്മൾ US അടക്കമുള്ള ഏതൊരു വിദേശ രാജ്യത്തേക്കും കുടിയേറുന്ന ഒരാളുടെ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം എന്തായിരിക്കും? തീർച്ചയായിട്ടും PR അല്ലെങ്കിൽ അവിടുത്തെ പെർമനന്റ് റെസിഡൻസി, സ്ഥിരതാമസം. അപ്പം നമുക്കിപ്പോൾ US കാര്യം നോക്കുകയാണെങ്കിൽ US സ്ഥിരതാമസം എന്ന് പറയുന്നത് ഗ്രീൻ കാർഡാണ്. അപ്പോൾ ഗ്രീൻ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ കുടിയേറുന്ന ഒരാൾ വർഷങ്ങൾ താമസിച്ച ശേഷം നമുക്കത് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത് അപേക്ഷ കൊടുത്താൽ പിന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. കിട്ടിയെന്ന് പറയാം. വർഷങ്ങളോളം ഇന്ത്യക്കാർക്കൊക്കെ ബാക്ക്ലോഗ് ഒരുപാടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ US നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ട്രംപ് ഗോൾഡ് കാർഡ്. അതായത് അതിവേഗം സ്ഥിരതാമസമാണ് ഇതിനകത്തൂടെ കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, സമ്പന്നരാണെങ്കിൽ നമുക്ക് അതിവേഗം അവിടെ ഈ കാത്തിരിപ്പൊന്നുമില്ല, ഗ്രീൻ കാർഡിനുള്ള കാത്തിരിപ്പൊന്നും വേണ്ട. അതിവേഗം നമുക്ക് സ്ഥിരതാമസം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ചിരിക്കുന്ന ട്രംപ് ഗോൾഡ് കാർഡ്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്? എത്ര ഡോളർ കൈവശം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ എത്ര കോടി ഇന്ത്യൻ രൂപ കൈവശം ഉണ്ടെങ്കിലാണ് ഈ ഒരു ട്രംപ് ഗോൾഡ് കാർഡ് വേഗത്തിൽ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് അതിസമ്പന്നരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. സാധാരണക്കാർക്ക്, അതായത് നല്ല കാശുള്ളവർക്ക് മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ $1 മില്യൺ ഇതിന്റെ സംഭാവനയായിട്ട് US ഭരണകൂടത്തിന് കൊടുക്കേണ്ടത്. അതായത് $1 മില്യൺ, ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പറയുകയാണെങ്കിൽ 9 കോടിയിലധികം രൂപ നമുക്ക് കയ്യിൽ യുഎസിന് കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അതാണ്, ഈ 9 കോടി രൂപ. ബാക്കി നമ്മുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതോടൊപ്പം ഈ 9 കോടി രൂപ നമ്മുടെ കയ്യിൽ യുഎസിന് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഗോൾഡ് കാർഡിന്, ട്രംപ് ഗോൾഡ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ $15,000 അപേക്ഷ ഫീസ് വേണം എന്നുള്ളതാണ്. ഈ കമ്പനികൾക്ക് ഗോൾഡ് കാർഡിന് വേണ്ടിയിട്ട് ആളുകളെ സ്പോൺസർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റും? ഇപ്പം നിലവിൽ ഇപ്പം 2 ഗോൾഡ് കാർഡ് ഉണ്ട്. അതായത് ഗോൾഡ് കാർഡിൽ തന്നെ 2 ഒരു വിഭാഗങ്ങളുണ്ട്. ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ ട്രംപ് ഗോൾഡ് കാർഡ്. അത് സമ്പന്നരായ ആർക്ക് വേണമെങ്കിലും ഈ $1 മില്യൺ സംഭാവന ചെയ്ത് നമുക്ക് ചെയ്യാം. അതോടൊപ്പം കമ്പനികൾക്ക്, നമുക്കറിയാം H1B വിസ സ്പോൺസർ ചെയ്യുന്ന പോലെ തന്നെ കമ്പനികൾക്കും തങ്ങളുടെ എംപ്ലോയീസിന് ഈ ഗോൾഡ് കാർഡ് സ്പോൺസർ ചെയ്ത് US കൊണ്ടുവരാനൊക്കെ സ്ഥിരതാമസം കൊടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെയാണ്. പക്ഷെ അവർ കൊടുക്കേണ്ട, ഓരോ കമ്പനി ഒരു സ്റ്റാഫിന്, ഒരു ജീവനക്കാരന് കൊടുക്കേണ്ടത് $2 മില്യൺ ആണ്. $2 മില്യൺ. അതെ, നേരെ ഡബിൾ ആണ്. ഇപ്പൊ ഇൻ കേസ് ഒരു സ്റ്റാഫിനെ, ഒരു കമ്പനി ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് ഗോൾഡ് കാർഡിൽ എത്തിച്ചു. ആ സ്റ്റാഫിനെ കമ്പനിക്ക് മാറ്റണമെങ്കിൽ ആ സ്റ്റാഫിനെ റിമൂവ് ചെയ്തിട്ട് വേറൊരു സ്റ്റാഫിനെ ഈ $2 മില്യൺ നിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് ആഡ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സാധ്യത വളരെ കുറവല്ലേ? കാരണം കമ്പനികൾക്ക് സാലറിക്ക് പുറമെ ഇത്രയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ, അത്രയും ഉയർന്ന ഇതിനകത്ത് ക്വാളിറ്റിയുള്ള, കമ്പനിക്ക് അത്രയും ഉപകാരപ്പെടുന്ന ഉയർന്ന നിലയിലുള്ള ഹൈ സ്കിൽഡ് എംപ്ലോയി. അതെ. അത് മാത്രമല്ല, ഏറ്റവും ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരാളിനൊക്കെ കമ്പനി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ കമ്പനിയുടെ CEO അങ്ങനെയുള്ള ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാനാണ് സാധ്യത. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ഈ അപേക്ഷകരുടെ കുറച്ച്, ഇപ്പൊ ഈ പൈസ മാത്രം ഉണ്ടായേ പോരല്ലോ, എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് യോഗ്യതകളൊക്കെ ഉണ്ടാവില്ല. ആ യോഗ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് യോഗ്യതകൾ? ട്രംപ് ഗോൾഡ് കാർഡിന്റെ യോഗ്യത നമുക്ക് ആദ്യം ഒന്ന് പറയുകയാണെങ്കിൽ, അപേക്ഷകർക്ക് US സ്ഥിരതാമസത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് എലിജിബിലിറ്റി അവർ പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്കറിയാം US പ്രവേശിക്കണം ഇപ്പോൾ ഉള്ള ക്രൈറ്റീരിയസ് ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയ പരിശോധന അടക്കം ഇപ്പോൾ ബാധകമാണ്. ഇതിനെല്ലാം യോഗ്യത ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് വിസ ലഭ്യമായിരിക്കണം. വിസയ്ക്ക് ക്വാളിഫൈ ആയിട്ടുള്ള ആളായിരിക്കണം അയാളും. അതോടൊപ്പം തന്നെ ഈ ഗോൾഡ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ആജീവനാന്ത് നമുക്ക് ഗോൾഡ് കാർഡൊക്കെ കിട്ടും. പക്ഷേ എന്തെങ്കിലും തെറ്റ് US നിരക്കാത്ത, US രാജ്യവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇത് റദ്ദാക്കാനുള്ള വിസ പോലെ ഒരു വിസ, അതായത് ട്രംപ് ഗോൾഡ് കാർഡ് വിസ പ്രോഗ്രാമാണിത്.
ആ ഒരു പേരിലാണ്. നമുക്കറിയാം ഇപ്പോൾ EB5 വിസയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ UAE ഗോൾഡൻ വിസ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ഗോൾഡൻ വിസ UAE അർഹരായ വ്യക്തികൾക്ക് പൈസ ഇല്ലാതെ ആ ഒരു തരത്തിലും UAE കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ട്രംപ് ഇത് വരുന്നത് ഇതിനകത്ത് ഒരുപാട് ഇതൊരു വിസ പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന് അവിടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് റദ്ദാക്കപ്പെടാനുള്ള രാജ്യവിരുദ്ധ പ്രവർത്തികളൊക്കെ ഏർപ്പെടുത്തുവാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കളയുക. ആ അധികാരം എപ്പോഴും ഭരണകൂടത്തിനുണ്ട്. ഇത് പ്രധാനമായിട്ടും നമുക്കറിയാം, ഞാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, സമ്പന്നരെ ലക്ഷ്യമിട്ടുള്ള ഒന്നാണ്. രണ്ടെന്ന് പറയുന്നത് US-ന് ഈ നമ്മൾ കുടിയേറുന്ന ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണം. ആ ഒരു ഗുണമാണ് ഈ സാമ്പത്തികമായിട്ട് ഗുണം. തീർച്ചയായിട്ടും അതാണ് രണ്ട് ഗുണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുടിയേറുന്ന ആള് ഈ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് നികുതിയും കൊടുക്കണം. അപ്പൊ ഇതെല്ലാം എക്സ്ട്രാ നമുക്കറിയാം, ഇത്രയും പൈസ ഉള്ള ആളുടെ വരുമാനം എത്രയായിരിക്കും നമുക്ക് ചിന്തിക്കാമല്ലോ. ആ നികുതിയും കൂടെ ഈ ഇനത്തിൽ ഇന്നൊരാൾ കുടിയേറുമ്പോഴത്തേക്കും US-ന് കിട്ടുവാണ്. തീർച്ചയായിട്ടും. ഇതിനെ എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത്? ഇതിന്റെ ഒരു അപേക്ഷയുടെ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്? സൈഫു, ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഈ ട്രംപ് കാർഡ് തന്നെ സെർച്ച് ചെയ്താൽ തന്നെ ഒരു വെബ്സൈറ്റ് കിട്ടും, trumpcard.gov. ഇതാണ് ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഇതാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പുറത്തിറക്കിയത്. ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് വിശദ വിവരങ്ങളൊക്കെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഗോൾഡ് കാർഡ്, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡ് കാർഡ് ട്രംപിൻ്റെ പടമൊക്കെ വെച്ച് ട്രംപ് ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞ ഗോൾഡ് കാർഡ് കഴിഞ്ഞ ദിവസം ട്രംപ് ഓവൽ ഓഫീസിൽ വെച്ച് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന, വെബ്സൈറ്റ് തുറന്നാൽ തന്നെ അറിയാം, അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ പേര് വിവരങ്ങളൊക്കെ നൽകി ഫീസൊക്കെ, അതായത് ഈ $15,000 അപേക്ഷാ ഫീസൊക്കെ ഒറ്റത്തവണ, അത് നോൺ റീഫണ്ടബിൾ ഫീസാണ്, അതൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട രീതികളൊക്കെ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ച ശേഷം നമുക്കൊരു US സിറ്റിസൺഷിപ്പ് ഇമിഗ്രേഷൻ സർവീസസ് അതിലൊരു മൈ USCIS അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അതിനുശേഷമാണ് ഈ പരിശോധന ഒരു ഭാഗത്ത് നടക്കുക. നമ്മൾ ഈ കൊടുത്ത രേഖകളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം അതായത് ഇൻ്റർവ്യൂ ഉണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇതൊക്കെ വിജയകരമായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന, അവർ പറയും നമ്മളോട് ഈ $1 മില്യൺ, അതായത് ഏകദേശം 9 കോടിയിലധികം രൂപ കൊടുക്കാൻ പറയും. അതിനുശേഷമാണ് നമുക്ക് EB1 അല്ലെങ്കിൽ EB2 വിഭാഗത്തിൽ നമുക്കൊരു വിസ അനുവദിക്കും. തീർച്ചയായിട്ടും. ഈ 15,000 ഫീസ് നോൺ റീഫണ്ടബിൾ ആണെന്ന് പറയുമ്പോഴേ ഇത് എടുത്ത് അപേക്ഷിച്ചതിന് ശേഷം നിരസിക്കപ്പെടുന്ന കുറെ അപേക്ഷകൾ ഉണ്ടാവില്ലേ? ആ വഴിക്ക് കുറെ കാശ് ഗവൺമെന്റിന് ഇത് ചെയ്യാൻ പറ്റില്ലേ? അതായത് അത് അങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം നിലവിൽ അത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്ത് വന്നിട്ടില്ല. അവ്യക്തമായിട്ട് ഇപ്പോഴും കുറേ കാര്യങ്ങൾ തുടരുന്നുണ്ട്. വ്യക്തമായിട്ടൊരു വിവരം ഇതിനെക്കുറിച്ച് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. നമുക്കിപ്പം നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ദേശീയ മാധ്യമങ്ങളൊക്കെ ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഗ്രീൻ കാർഡും ഇപ്പോഴുള്ള ട്രംപ് ഗോൾഡ് കാർഡും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തൊക്കെയാണ്? ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്? സൈഫു, ഞാനിപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ കാർഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് US-ൽ സ്ഥിരതാമസം, പെർമനന്റ് റെസിഡൻസി അനുവദിക്കുന്ന ഒരു കാർഡാണ്, അതായത് ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അവിടെ സ്ഥിരതാമസമാകുകയാണ്. അത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഇത്ര ഒരു ഇതുണ്ടാവും, ഒരു ബാക്ക്ലോഗ് ഉണ്ടാവും, എത്ര ഗ്രീൻ കാർഡ് സ്ലോട്ടുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ എന്നൊക്കെ ഉള്ള, ഇപ്പോൾ നമുക്കറിയാം H1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഇന്ത്യ. 70% ആൾക്കാരും H1B, ഇന്ത്യ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ 70% H1B അപേക്ഷകരും ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം H1B അപേക്ഷകരൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ഒരു ലക്ഷ്യമൊക്കെ ഗ്രീൻ കാർഡിലോട്ടൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണുള്ളൂ ഒരുപാട് പേര്. H1B അപേക്ഷകർക്ക് പുറമെ മറ്റുള്ളവരും ഉണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വർഷങ്ങൾ താമസിച്ച് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത്, കാരണം ഇന്ത്യയുടെ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. നമുക്ക് ഈ അപേക്ഷ ഒന്ന് പ്രോസസ്സിങ് നടക്കണേ തന്നെ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിനൊക്കെയിടയിലാണ് ഇതുപോലെ ഗോൾഡ് കാർഡ് എന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ഒരു സ്ഥിരതാമസ വിസ വരുന്നത്. അപ്പോൾ അതിവേഗം ഗ്രീൻ കാർഡിൻ്റെ ഒരു ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. നമുക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം സ്ഥിരതാമസം കിട്ടണമെങ്കിൽ. മറ്റേതെന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ, സമ്പന്നനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടുകയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ EB5 വിസയും അതുപോലെ തന്നെ ഗോൾഡൻ കാർഡ് വിസ, ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? അതെ, EB5 എന്ന് പറയുന്നത് US കോൺഗ്രസ് അവതരിപ്പിച്ചൊരു വിസയാണ്. അപ്പോൾ US-ൽ നിക്ഷേപിക്കാൻ നമുക്ക് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ, US-ൽ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിക്ഷേപിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര എംപ്ലോയീസിന് ജോലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് EB5 വിസ കിട്ടും. അതൊരു ഗ്രീൻ കാർഡ് തന്നെയാണ്, പെർമനന്റ് റെസിഡൻസി നമുക്ക് അവിടെ കിട്ടുകയാണ്. പക്ഷേ നമുക്ക് അവിടെ ഒരുപാട് ക്രൈറ്റീരിയസ് നമുക്ക് മുന്നോട്ട് പോകണം. അത് ഒന്നെന്ന് പറയുന്നത് കുറഞ്ഞത് 10 ജീവനക്കാരെ വെച്ച് ഒരു കമ്പനി ആരംഭിക്കാൻ വേണ്ടി $1 മില്യൺ നിക്ഷേപിക്കുന്നവർക്ക് ഈ സ്ഥിരതാമസം കിട്ടുന്ന EB5 വിസ നേടാം. പക്ഷേ ഈ ഗോൾഡ് കാർഡിൽ ഇതൊന്നുമില്ല. ഈ 10 ജീവനക്കാരെ വേണ്ട,
അതായത് $1 മില്യൺ അതൊരു ഈ മറ്റേ ഒരു നിക്ഷേപക വിസയാണ്. ഇത് സംരംഭകർക്കൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള EB-5 എന്ന് പറയുന്നത് നിക്ഷേപക വിസയാണ്. നമുക്ക് അവിടെ നിക്ഷേപിച്ച് അവിടെ ഒരു ബിസിനസ് തുടങ്ങി അവിടെ ഒരു സംരംഭം അവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതേസമയം ഈ പറയുന്ന ട്രംപ് ഗോൾഡ് കാർഡ് അത് വ്യക്തികൾക്കും ലഭിക്കും. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങേണ്ട, ജോലിയും കൊടുക്കേണ്ട. പക്ഷെ രണ്ടിലും നിക്ഷേപിക്കേണ്ട, അതായത് രണ്ടിലും സംഭാവന ചെയ്യേണ്ട, മറ്റേടത്ത് നിക്ഷേപിക്കേണ്ട തുകയാണ്. ഇവിടെ ഗവൺമെന്റിന് സംഭാവന ചെയ്യുന്നില്ല. ഗിഫ്റ്റ് എന്നുള്ള ടൈമാണ് അവർ ഉപയോഗിക്കുന്നത്. സമ്മാനമായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ രണ്ടിലും $1 മില്യൺ നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ രണ്ടായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളവിടെ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി ഒരു പൈസ അവിടെ നിക്ഷേപിക്കുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ സർക്കാരിന് ഒരു ഗിഫ്റ്റ് ആയിട്ട്, ആ ടൈമാണ് ഗിഫ്റ്റ് ആയിട്ടെന്നാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ടൈമിനെ ഉപയോഗിക്കുന്നത്, ഈ പൈസ ഉപയോഗിക്കുന്നത്, ഈ $1 മില്യൺ അവർ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ US ട്രഷറിക്ക് അല്ലെങ്കിൽ US ഭരണകൂടത്തിന് കൊടുക്കുകയാണ് നമ്മൾ. എന്താണ് ഈ രീതിയിൽ പുതിയ ഈ പറയുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ഇത്തരം കാർഡുകൾ കൊണ്ടുവരുന്നതിന്റെ ഒക്കെ പശ്ചാത്തലം എന്താണ് US? സേഫ് നമുക്കിപ്പോൾ H-1B വിസയുടെ കാര്യം നോക്കാം. H-1B വിസയുടെ കാര്യം എന്ന് വെച്ചാൽ $2,000 $5,000 ഇടയിൽ ഉണ്ടായിരുന്ന വിസ ഫീസ് $1 ലക്ഷം ആക്കി മാറ്റി. അപ്പോൾ US-ന് സാധാരണ മുമ്പ് നേരത്തെ US കമ്പനികൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പോലെ സാധാരണ, അതായത് ഒരു മീഡിയം ആയിട്ടുള്ള ആൾക്കാരെ, മീഡിയം സ്കിൽഡ് ആൾക്കാരെ US-ലേക്ക് കൊണ്ടുപോകാൻ ഇനി പറ്റത്തില്ല. ഹൈ സ്കിൽഡ് വർക്കേഴ്സിനെ മാത്രമേ $1 ലക്ഷം ഏകദേശം 88 ലക്ഷം രൂപയെ കൊടുത്ത് അങ്ങോട്ട് നിയമിക്കാൻ പറ്റത്തുള്ളൂ. സ്പോൺസർഷിപ്പ് വിസയാണല്ലോ H-1B. അപ്പോൾ അങ്ങനെ നിയമിക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ US ഒരു വശത്ത് കുടിയേറ്റ നിയമങ്ങളൊക്കെ കർശനമാക്കുകയാണ്. അപ്പോൾ അതായത് വിസ അനധികൃതമായിട്ട് കുടിയേറിയ നാട് കടത്തുന്നു, ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയ പരിശോധനകളൊക്കെ നടക്കുന്നു, വ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നു, അങ്ങനെ കണ്ടെത്തി ഡിപ്പോർട്ടേഷൻ ഒരു വശത്ത് നടക്കുന്നു. അങ്ങനെ ഇതൊക്കെ നടക്കുകയാണ്. ഒരു വശത്ത് ഏറ്റവും സ്കിൽഡ് ആൾക്കാരെ മാത്രം മതി, അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരെ മാത്രം മതി. ഇവർ വന്നുകൊണ്ട് നമുക്ക് US-ന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് US നോക്കുന്നത്. അല്ലാതെ ഗുണമില്ലാത്ത ഒരാളും US-ൽ താമസിക്കേണ്ടെന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പം ഭരണകൂടം എത്തുന്നത്. നമുക്കറിയാം, ഈ അവസാനമായിട്ട് ഈ ഗോൾഡ് കാർഡ് പുറത്തിറങ്ങിയതിന് പിന്നാലെ അവിടുത്തെ കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ഇതിൻ്റെ ഏറ്റവും അടിവരയിടുന്ന ഇതാണ്. അതായത് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകുന്ന കുടിയേറ്റക്കാരെ മാത്രം സ്വാഗതം ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതായത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്ന ആൾക്കാർ മാത്രം അമേരിക്കയിലോട്ട് വന്നാൽ മതി. ഇതാണ് ഇപ്പോൾ ഉള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാട്. അമേരിക്കയിലേക്ക് വരുന്നവരെ അവരുടെ സാമ്പത്തിക സംഭാവനകൾ പരിഗണിച്ച് തിരഞ്ഞെടുക്കണം. ശരാശരി താഴെയുള്ളവരെ കൊണ്ടുവരുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല. നമ്മുടെ രാജ്യം മറ്റുള്ളവരെ പരിശോധിക്കാതെയും അവർ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമോ എന്ന് തീരുമാനിക്കാതെയും പ്രവേശിപ്പിക്കുന്നു. ഇത് ശരിയല്ല. ഏറ്റവും മികച്ചവരെ നമുക്ക് കൊണ്ടുവരാം, അവരെ ഉപയോഗിച്ച് അമേരിക്കയെ വളർത്താം. ശരാശരിക്ക് താഴെയുള്ളവരെ എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്? അതിന് യാതൊരു ഗുണവുമില്ല. ഇത് CNBC ചാനലിനോട് US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്ക് പ്രതികരിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്കറിയാം. ഇതിൻ്റെ ആദ്യത്തെ ഒറ്റ വരുന്നതിന് അറിയാം US-ൻ്റെ ഇനി അടുത്ത ഭാവി എങ്ങനെയാണ്, US-ലെ കുടിയേറ്റത്തിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ US-നെ സംബന്ധിച്ച് US പോലുള്ള ഒരു രാജ്യത്തേക്ക് കുടിയേറുന്നത് തങ്ങളുടെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടൊക്കെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും US-ലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നത്, അവിടെ ജോലി നേടുന്നത് അല്ലെങ്കിൽ അവിടെ PR എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ. പക്ഷേ ഇനി US പ്രതീക്ഷിക്കുന്നത് US-ന് ഗുണമുള്ള ആളുകളെ മാത്രം വന്നാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് US-ന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി വരാം US-ൽ ഒരു വലിയ ലോട്ടറി തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളും പുതിയ കാർഡുകളും. അതേസമയം തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജീവിതം മെച്ചപ്പെടും, തീർച്ചയായിട്ടും അവരുടെ ജീവിതം മെച്ചപ്പെടും. പക്ഷെ ഒരു സാധാരണ തരത്തിലൊക്കെ US-ൽ ഒരു ജോലി നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് US-ലേക്കുള്ള പോക്ക് ഇനി അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് നമ്മൾ ചുരുക്കത്തിൽ. പോകാൻ പറ്റുമായിരിക്കും, പക്ഷേ പോകാൻ പറ്റും. പക്ഷെ അവരെ സംബന്ധിച്ച് US-ലെ ഒരു സ്ഥിര ജീവിതം അല്ലെങ്കിൽ US-ലേക്ക് ഒരു ഗ്രീൻ കാർഡ് എന്നൊക്കെയുള്ള ആ രീതിയിലേക്കുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അത്ര എളുപ്പമാകില്ല എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.